ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാതവചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവീക സൽഗുണങ്ങൾ എന്നതാണ്. ദൈവിക സൽഗുണങ്ങളെ അറിയണമെങ്കിൽ ദൈവവചനം മുറുകെ പിടിക്കണം. ദൈവിക സൽഗുണങ്ങളെ അറിയണമെങ്കിൽ രാപ്പകൽ ധ്യാനിക്കണം. ദൈവിക സൽഗുണങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈവവചനം നിരന്തരം വായിക്കണം, പഠിക്കണം. ദൈവിക സൽഗുണങ്ങളെ അറിയണമെങ്കിൽ ദൈവവചനം പ്രയോജനപ്പെടുത്തണം. സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രയോജനമുണ്ടാകണം. ദൈവിക സൽഗുണങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വചനത്തിലൂടെ ഉദ്ബോധിപ്പിക്കണം. ദൈവിക സൽഗുണങ്ങളെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ദൈവവചനം പഠിക്കണം. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ദൈവിക സൽഗുണങ്ങൾ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ദൈവിക സൽഗുണങ്ങൾ എന്നത് ഒന്നാമത്തേത്, ദൈവം പരിശുദ്ധനാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യം നാം കാണുമ്പോൾ അതിൽ ഇപ്രകാരം പറയുന്നു: യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം പരിശുദ്ധനാണ് എന്നതിന് ഇതിൽ കൂടിയ തെളിവ് എന്തിനാണ് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഒന്ന് ശമൂവേൽ 2-ാം അധ്യായം 2-ാം വാക്യം നോക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു: യഹോവയെപ്പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയും ഇല്ല എന്ന് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ദൈവം പരിശുദ്ധനാണ് എന്ന് ഇവിടെ എടുത്തു പറയുന്നു. അവൻ പാറ പോലെ ഉറപ്പുള്ളവനാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയെയും അവൻ്റെ മഹത്വം കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു എന്നിവിടെ പറയുന്നുണ്ട്. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ കണ്ട ദർശനമാണിത്. നാം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കും. രണ്ടാമത്തേതാണ്, ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനാണെന്നുള്ളതിന് സങ്കീർത്തനങ്ങൾ 141-ാം അധ്യായം 5-ാം വാക്യം എടുത്ത് വായിക്കുമ്പോൾ അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു: നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ, എൻ്റെ തല അതിനെ വിളക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ എന്നിവിടെ പറയുന്നുണ്ട്. ദൈവം നീതിമാനാണ്. അവൻ നമ്മെ അടിക്കും, അവൻ നമ്മളെ ശാസിക്കും, അവൻ നമ്മളെ പരീക്ഷിക്കും. നമ്മുടെ കുറച്ച് വിശ്വാസമുള്ളവരാണോ എന്ന് അവൻ നമ്മളെ പരിശോധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായി അവിടെയൊക്കെയും അയ്യോബിനെ പോലെ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം നമ്മൾ എന്ന് മാത്രമേ ഉള്ളൂ. 116-ാം സങ്കീർത്തനം 5-ാം വാക്യം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറയുന്നു: യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ എന്നിവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. കൃപയും നീതിയും ഉള്ളവനാണ് യഹോവ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് ഈ വേദഭാഗം ഇവിടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് ആണ് ദൈവം കരുണയുള്ളവൻ. ദൈവം കരുണയുള്ളവൻ എന്ന് മൂന്നാമത്തേതിൽ പറയുന്നു. 103-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. നമ്മൾ ഈ വേദഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഓരോ ദിവസവും നമ്മൾക്ക് ലഭിക്കുന്നതായ കൃപയും കരുണയും ആണ് നാം ചിന്തിക്കേണ്ടത്. അവൻ ദീർഘക്ഷമയുള്ളവനും മഹാദയം ഉള്ളവനായതുകൊണ്ടാണ് നമ്മുടെ പാവങ്ങളെ അവൻ കണക്കിടാതെ നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ഇതൊക്കെയും മനസ്സിലാകണം എന്നുണ്ട് എങ്കിൽ നമ്മൾ അവനോട് ഏറ്റവും കൂടുതൽ അടുത്ത് ചെല്ലുകയും നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യണം. 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദൈവം സ്നേഹമുള്ളവൻ ആണ്. 1 യോഹന്നാൻ
4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുവാൻ അവന് സാധിക്കുകയില്ല. ദൈവം സ്നേഹം തന്നെയാണ് എന്നുള്ളതിന് ഒന്നാമത്തെ തെളിവാണ് നാം ഇവിടെ കാണുന്നത്. അടുത്ത വേദഭാഗം നോക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. 5-ാമത്തെ പോയിൻ്റാണ് ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ നമ്മെ ഇതിനെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1:9 പ്രകാരം പറയുന്നത്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ 6-ാമത്തെ പോയിൻ്റ്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ദൈവം ദീർഘക്ഷമ ഉള്ളവനാണ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യം നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. യഹോവ ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ദീർഘക്ഷമ ഉള്ളവനാണ് ദൈവം. പക്ഷേ അവനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവൻ ദീർഘക്ഷമയുള്ളവനായിരിക്കും എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. എഗെയിൻ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവം മഹത്വമുള്ളവൻ ആണ് എന്നതാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ അത് കണ്ടതാണ്. അടുത്ത പോയിൻ്റ്, ദൈവം സഹതാപമുള്ളവനാണ്. ദൈവം സഹതാപമുള്ളവനാണ്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 23-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെപ്പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നു. അടുത്ത പോയിൻ്റാണ്, ദൈവം നല്ലവനാണ്. ദൈവം നല്ലവനാണ്. 25-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. നമ്മൾ എത്ര പാപം ചെയ്താലും അവൻ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ നമ്മളെ നേർവഴി കാണിച്ചു തരും. അവൻ്റെ ദൂതന്മാരിലൂടെ നമുക്ക് വഴി പറഞ്ഞു തരും. അവൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വഴി കാട്ടിത്തരും. അവൻ പുരോഹിതന്മാരിലൂടെയും മറ്റ് ഉപദേശകരുടെയും വഴി നമുക്ക് അവൻ വചനത്തിലൂടെ നല്ല വഴി കാട്ടിത്തരും. എന്നാൽ നമ്മൾ അത് മനസ്സിലാക്കി ദൈവം നല്ലവനാണ് എന്ന് തിരിച്ചറിഞ്ഞുവെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് എപ്പോഴും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെ നടക്കുകയാണ് ചെയ്യേണ്ടത്. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എന്നെ യഹോവേ. ഈ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നാൽ നമുക്ക് നമ്മളെ തന്നെ അവനിൽ സമർപ്പിക്കുവാൻ സാധിക്കും. ദൈവിക സൽഗുണങ്ങളെ മനസ്സിലാക്കി അവനിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല എന്നതാണ് നാം ഈ വേദഭാഗത്തിൽ കണ്ടത്. ആദ്യത്തെ പോയിൻ്റ് നമ്മൾ ഇവിടെ കണ്ടത് ദൈവം പരിശുദ്ധനാണ് എന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത് ദൈവം നീതിമാനാണ്. മൂന്നാമത്തേത് ദൈവം കരുണയുള്ളവനാണ്. നാലാമത്തേത് ദൈവം സ്നേഹമുള്ളവനാണ്. അഞ്ചാമത്തേത് ദൈവം വിശ്വസ്തനാണ്. ആറാമത്തേത് ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ഏഴാമത്തേത് ദൈവം മഹത്വമുള്ളവനാണ്. എട്ടാമത്തേത് ദൈവം സഹതാപമുള്ളവനാണ്. ഒൻപതാമത്തേത് ദൈവം നല്ലവൻ ആണ് എന്നതാണ്. ഇതൊക്കെയും നാം മനസ്സിലാക്കി മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള ജീവിതം നമുക്ക് അനുഗ്രഹപ്രദമായിട്ട് തീർക്കുവാൻ കഴിയും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവം
നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.